പറയൂ. ഹലോ, എന്റെ പേര് നിഖിൽ എന്നാണ്. ഞാൻ മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോളൊക്കെ. നിങ്ങൾ അങ്ങനെ വിളിച്ചാൽ എടുക്കാൻ കഴിയില്ല, ലൈവിൽ വിളിച്ചിട്ടേ കാര്യം. അല്ലല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ പണ്ട് നിങ്ങളൊരു ലൈവിൽ തന്നെ വന്നിരുന്നു പണ്ട്. ഓക്കെ, ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. യെസ്, ഞാൻ പറയാൻ പറ്റുമോ? താങ്ക് യു. ഓക്കെ ഓക്കെ. അപ്പോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാല്, ചെറിയ അനുഭവമാണ്. പിന്നെ ഞാനൊരു ടീച്ചിങ് സ്റ്റുഡന്റ് ആണ്. അപ്പൊ ഞാൻ ഈ സ്കൂളിൽ പോയ സമയത്ത് എനിക്ക് അനുഭവമാണ്. അതായത് ഞാൻ കുട്ടികൾക്ക് നമ്മുടെ 45 ദിവസത്തെ ഇന്റേൺഷിപ്പിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് സ്വീറ്റ്സ് കൊടുക്കും. അതൊരു സന്തോഷത്തിന്റെ ഭാഗമാണ്. അപ്പോ സ്വീറ്റ്സ് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി, ഞാൻ പറയുന്നില്ല, എനിക്ക് നമ്മളങ്ങനെ ടീച്ചറായിട്ടൊക്കെ വേർതിരിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഒരു കുട്ടി സ്വീറ്റ്സ് വാങ്ങിക്കുന്നില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, അതെന്താ പറയുക സ്വീറ്റ്സ് വാങ്ങിക്കാത്തെന്ന് ചോദിച്ചു. അപ്പോ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു, അത് അങ്ങനെ വാങ്ങിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ അങ്ങനെയാ ചോദിച്ചു. അപ്പൊ പിന്നെ ഞാൻ അധികം തികയാൻ പോയില്ല. പിന്നെ വേറൊരു പ്രശ്നത്തിലേക്ക് കടക്കണ്ടല്ലോ എന്ന് ചോദിച്ചു അധികം ചോദിക്കാൻ പോയില്ല. അങ്ങനെ കുട്ടി സ്വീറ്റ്സ് മേടിച്ചില്ല. തിരിച്ച് അന്ന് വൈകുന്നേരം ഞാൻ തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇതേ കുട്ടി അന്ന് SDPയുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു ഇവിടെ പരിസരത്ത്. SDP പരിപാടി ഉണ്ടായിരുന്നു. ഭയങ്കരമായിട്ട് ഈ കുട്ടി, നമ്മൾ പറയത്തില്ല, ഭയങ്കരമായിട്ട് ഒച്ചത്തില് അലറി വിളിച്ച് സംസാരിച്ചിട്ട് ഈ ഞാൻ ഒരു ടീച്ചർ, ഏത് മതസ്ഥ എന്തോ ആയിക്കോട്ടെ, ടീച്ചർ കൊടുക്കുന്ന സ്വീറ്റ്സ് നിഷേധിച്ച അതേ കുട്ടി അതേ ആൾക്കാരെ തിരിച്ചു വിളിച്ചിട്ട് സ്വീറ്റ്സ് വാങ്ങി കൊടുക്കുന്നു. ഈ കുട്ടി എന്നെ കണ്ടിട്ട് അന്ന് ചിരിക്കുകയും ചെയ്തു. അപ്പൊ അതെനിക്ക് വല്ലാണ്ടൊരു ഹേർട്ട് ഫീലിംഗ് ആയിപ്പോയി. അപ്പൊ ഞാൻ പിറ്റേ ദിവസം സ്കൂളിൽ നമുക്കൊരു ഒപ്പിട്ട് തിരിച്ച് അതേ ലെറ്റർ വാങ്ങിച്ച് തിരിച്ച് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോകണം. അപ്പം ഞാൻ ഈ കുട്ടിയോട് ചോദിച്ചു, അത് എന്തുകൊണ്ടാണ് സ്വീറ്റ്സ് വാങ്ങിക്കാതിരുന്നേ ചോദിച്ചു. അത് ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എന്ത് കാര്യത്തിനാ സ്വീറ്റ്സ് കൊടുത്തത്? ഞങ്ങൾ ഈ 45 ഇന്റേൺഷിപ്പ് കഴിഞ്ഞ ശേഷം നമ്മൾ കുട്ടികൾക്ക് സന്തോഷത്തെ പേരിൽ കൊടുക്കുന്ന, നമ്മള് തിരിച്ച് പിന്നെ പേരില് ട്രെയിനിങ്ങിന്റെ ഭാഗമല്ലേ. അപ്പൊ അവര് സ്വീറ്റ്സ് കൊടുത്തത് എന്തിനു വേണ്ടിട്ടാ? അവരുടെ SDPയുടെ പരിപാടി ഉണ്ടായിരുന്നു. അതിന്റെ ബേസിൽ കൊടുക്കുന്നതാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ വല്ലാണ്ടൊരു ഹേർട്ട് ഫീലിംഗ് ആയിട്ട്, കാരണം അത് ഇങ്ങനെ. അപ്പൊ ചോദിച്ചു, അപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല്, അപ്പൊ ഈ ഇതിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, നമ്മള് മറ്റുള്ളവർ കൊടുക്കുന്ന സ്വീറ്റ്സ് വാങ്ങിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വല്ലാത്തൊരു സംശയമായിരുന്നു. ഞാൻ ഒരുപാട് പേര് ചോദിച്ചു അതിനെന്തെങ്കിലും പ്രശ്നം. അവര് ആ കുട്ടി പറഞ്ഞ വെച്ചാൽ ഞങ്ങൾ അങ്ങനെ മേടിക്കാറില്ല, ഞങ്ങൾ അങ്ങനെ മറ്റുള്ളവർ വാങ്ങിക്കാറില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ പരിചയമില്ലാത്ത ആളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുള്ള പ്രശ്നമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷെ ഇത് ഞാൻ കാണുന്ന വെച്ചാൽ കുട്ടി അവരുടെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. ഈ കുട്ടിയുടെ സുഹൃത്തുക്കൾ അങ്ങനെ പറഞ്ഞത്, ഈ കുട്ടി മറ്റുള്ള പെൻസിലോ കാര്യങ്ങളോ ഒന്നും ചോദിക്കാറില്ല. അത് അവരെ എടുക്കുന്ന ആരാണോ അവരെടുക്കുന്ന മാത്രമേ ചോദിക്കുള്ളൂ. അപ്പോ അത് ഒരു വല്ലാത്തൊരു പുതിയ അനുഭവമായി പോയി സംഭവം. അപ്പൊ അതില് എന്തെങ്കിലും ഉണ്ടോ അങ്ങനെ മറ്റുള്ളവർ വാങ്ങുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവം ഒക്കെ ഉണ്ടോ അതില്? ഒരുപാട് പേരോട് ചോദിച്ചു. ഇതൊരു വളരെ ആംബിഗ്വസ് ആയിട്ടുള്ളൊരു വിഷയമാണിത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ മറ്റു മതസ്ഥരായിട്ടുള്ള ആളുകളുമായിട്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളത് സംബന്ധിച്ചിട്ട് പല കാര്യങ്ങളും ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഓക്കെ, നമ്മളിവിടെ ഒരു വീഡിയോ ചെയ്തതുണ്ട്. അതായത് കാഫിറിൻ്റെ വീട്ടിലെ വെളിച്ചം പോലും ഹറാമാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സംഗതി ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം ഈ വിശ്വാസികൾ ഇതൊക്കെ ഉൾക്കൊള്ളുന്നുണ്ട് എന്നുള്ളത് വേറൊരു വിഷയം. കാരണം ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ ഉമ്മ കാഫിറുകളായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ നിന്ന് ഒരു പായസം കൊണ്ടുവന്നാലോ, അവരുടെ വീട്ടിൽ ഓണത്തിൻ്റെയോ അല്ലെങ്കിൽ വിഷുവിൻ്റെയോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഗതിയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് കഴിക്കാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഉമ്മ ഇപ്പം അത് കഴിക്കാതിരുന്നത് ഇപ്പോൾ നമ്മളുടെ ഷംസുദ്ദീൻ പാലത്ത് പറഞ്ഞ ഈ വലാവും ബറാവും മനസ്സിലാക്കിയിട്ടാണോ എന്ന് ചോദിച്ചാൽ അല്ല. ഓക്കെ, എന്നാൽ ഉമ്മാക്ക് എന്തോ എവിടെ ഒരു ഐഡിയ ഉണ്ട്, കാഫിറിന്റെ വീട്ടിൽ നിന്നുള്ള സാധനം അത് നമ്മൾ അങ്ങനെ ഉപയോഗിക്കരുത് എന്നുള്ളത്. അതൊരു ശുദ്ധിവാദത്തിന്റെ ഭാഗമാണത്. നമ്മളിപ്പോ ഒരുപാട് പേരുണ്ട്. ഇപ്പം ഞാൻ അങ്ങനെ പറയണ തന്നെ, നമുക്കിപ്പോ എന്റെ മറ്റൊരു സുഹൃത്ത് പറഞ്ഞൊരു അനുഭവമാണ്. അതായത് ഇപ്പൊ ഹിന്ദുവിസിൽ തന്നെ ഇപ്പൊ മറ്റ് ഒരു ബ്രാഹ്മൺ വിഭാഗത്തിൽപ്പെട്ട ഒരു കുട്ടിയാണ്. അതാ ഞാൻ പറഞ്ഞത് ശുദ്ധിവാദമാണ് ഇതിന്റെ അടിസ്ഥാനം. ഓക്കെ, വലാഉം ബറാഉം എന്ന് പറയുന്നതിന്റെ അടിസ്ഥാനം ശുദ്ധിവാദമല്ല, അത് ദീനിന്റെ ഒരു നിയമം അവിടെ നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതേസമയം ശുദ്ധിവാദം എന്ന് പറയുന്നത് അത് മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക മേന്മ സ്വയം കൽപ്പിക്കുന്നു.
അതിന് മറ്റുള്ള കാഫിറുകളായിട്ടുള്ള ആളുകൾക്ക് അവരൊക്കെ നജസ്സാണ്. അതങ്ങനെ ഇസ്ലാമിൽ ഒരു അധ്യാപനം ഉണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് താനും. അത് പറയാറുണ്ട്. അതായത് കാഫിർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സത്യനിഷേധികളായിട്ടുള്ള ആളുകൾ അവർ നജസ്സാണ് എന്ന് തന്നെയാണ് ഇസ്ലാം പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ട് ഇതുപോലെയുള്ള ചില ചിന്തകൾ കൊണ്ടു നടക്കുന്ന ആളുകളുണ്ട്, ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന മദ്രസ അധ്യാപകരുണ്ട്, ഇത് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെ പല പല ഘട്ടങ്ങളിലേക്ക് പോകും. അതാണ് ഇതിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഇത് കുറച്ചൊക്കെ മതമുണ്ട്, കുറച്ചൊക്കെ അവരുടെ കയ്യിൽ നിന്ന് ഇടുന്നതുണ്ട്. ഇതെല്ലാം കൂടി ചേരുമ്പോൾ സത്യത്തിൽ ഇത് മതത്തിൻ്റെ ഒരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇത് വരിക. കാരണം ഇത് മതത്തിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം. അതെ, അപ്പൊ നമുക്കിതൊരു വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ്. ചോദിക്കാൻ ഞങ്ങൾക്കൊരു പേടിയാണ്. കാരണം ചോദിച്ചു ഇപ്പൊ ഓക്കെയാണ് പ്രശ്നം. ഇപ്പൊ ചോദിച്ച് പോയിട്ട് ഇതൊരു എന്താ പറയാ അടുത്ത വലിയ പ്രശ്നത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ അത് ചോദിക്കാനും പോകാറില്ല. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു തരത്തിലൊരു ഫീലിംഗ്സ് ആണ്. കാരണം വെച്ചാൽ ഞങ്ങൾ 45 ദിവസത്തോളം പഠിപ്പിച്ചൊരു കുട്ടിക്ക് നമ്മളൊരു സംഭവം കൊടുക്കുമ്പോൾ നിഷേധിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഫീലിംഗ് അത് ഭയങ്കരമാണ്. അപ്പോ അതെന്നെ വല്ലാണ്ട് ഒരു ദിവസം ഒന്ന് വല്ലാണ്ട് വിഷമത്തിലേക്ക് പോയി. ഓക്കെ, യെസ്. അപ്പോൾ എന്തായാലും വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട്. എല്ലാ ദിവസവും വീഡിയോസും കാണാറുണ്ട്. ഇതുപോലെ നമുക്ക് സമൂഹത്തിലെ പല അനീതികൾക്കെതിരെയും നമുക്ക് എന്താ പറയാ പറയുന്ന ഒരാള് എങ്കിലും നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഉണ്ട് നോക്കുമ്പോൾ ഒരുപാട് അല്ലേ? അതെ അതെ. അപ്പൊ തുറന്നും നല്ലതായിട്ട് ഓൾ ദി ബെസ്റ്റ്. അപ്പൊ പല ആളുകൾക്ക് ഉറക്കം കിട്ടുന്നുണ്ട് നമ്മള് കാരണം. അതെ അതെ, നമുക്ക് എന്തെങ്കിലും പറയുമ്പോൾ നമുക്ക് കൈ നിർത്തിയിടാലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്ന് പറയാലോ. അതെ, ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഈ ഒരു ഇടപെടൽ, ഇതുപോലുള്ള സംസാരങ്ങൾ, ഇതെല്ലാം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പണിയുടെ ആ മുന്നോട്ടുള്ള പോക്ക് എളുപ്പമാക്കുക ചെയ്യാം. അപ്പോൾ നിങ്ങൾക്കും ഭാഗമുണ്ട് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതായത് യു ആർ ഓൾസോ പാർട്ട് ഓഫ് ദിസ്. ഇതിന്റെ ഒരു മാറ്റം ഉണ്ടായി കഴിയുമ്പോൾ നിങ്ങൾക്ക് പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ കോഴിക്കോട് ലൈസൻസ് ബ്ലോഗിന്റെ പ്രോഗ്രാമിൽ ഞാൻ പോയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അവിടെ ഞാൻ സംഭവത്തിൽ അവിടെ കണ്ണൂർ ലൈസൻസ് ബ്ലോഗിന്റെ ടീമിന്റെ കൂടെ ഒക്കെ ഞാൻ ബസ്സിൽ പോയിട്ട് അവിടെ പരിപാടിക്ക് പ്രോഗ്രാമിനൊക്കെ പങ്കെടുത്തിട്ട് വന്ന വ്യക്തിയാണ്. ഇപ്പൊ നമുക്കിത് പുറത്ത് പറയാൻ പറ്റൂല. കാരണം വെച്ചാൽ ഞാനത് വീട്ടില് ലൈസൻസിന്റെ പ്രോഗ്രാമിനാ പോകുന്നു പറയുമ്പോ അത് എനിക്കൊരു പ്രശ്നമായി പോകും. ഞാൻ കോഴിക്കോട് സിനിമ കാണാൻ പോകുന്ന രീതിയിലാണ് പോയത്. അപ്പൊ അടുത്ത പരിപാടി കൊച്ചിയിൽ വെച്ചിട്ടാണ്. ഒക്ടോബർ 12-നാണ് ലിറ്റ്മസ് 25. അപ്പോൾ ഇൻഡോർ സ്റ്റേഡിയത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ എന്തായാലും അവിടെ വരണം, അവിടെ നിന്ന് കാണാലോ. ഓക്കെ, അപ്പോൾ ടേക്ക് കെയർ. ഹാപ്പി ക്രിസ്മസ്. ബൈ. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.